പ്രിയപ്പെട്ട കൂട്ടുകാരെ, സക്കാത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സക്കാത്ത് ഒരിക്കലും സമ്പന്നരുടെ പണക്കാരുടെ ഔദാര്യമല്ല, മറിച്ച് പാവപ്പെട്ടവരുടെ അതിന്റെ അവകാശികൾക്ക് കിട്ടേണ്ട വലിയൊരു അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവകാശികളെ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ നിർബന്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ പണം, അതെത്രയാണോ, അത് 50,000 ആണെങ്കിൽ അത് ആ ഒരു പണം ഒരു വർഷം നമ്മുടെ കയ്യിൽ കൃത്യമായി നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ 2.5% ആ പണത്തിൽ നിന്നും പാവപ്പെട്ടവന്റെ അവകാശമായി മാറിയിരിക്കുന്നു. ഇനി അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവന്റേതാണ്. അപ്പോ അതിന്റെ അവകാശികളുടേതായി മാറിക്കഴിഞ്ഞു ആ 2.5%. 1,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഉണ്ടെങ്കിൽ 2,500 രൂപ പാവപ്പെട്ടവന്റേതായി മാറി. ഇനി അത് കൊടുത്തോളണം. അത് കൊടുത്താലേ നമ്മുടെ സ്വത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ സമ്പത്ത് ശുദ്ധിയുള്ളതാവുകയുള്ളൂ. നമ്മുടെ സമ്പത്തിന് ഇനിയും ബറക്കത്തും റഹ്മത്തും അത് ഏറ്റി അതിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഓരോരുത്തരും തന്റേതായ ഒരു സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് അവർക്ക് നിശ്ചയിക്കണം. അത് റമദാൻ ആണെങ്കിൽ ഓക്കെ, ആ റമദാനിൽ കൃത്യമായി നമ്മുടെ അക്കൗണ്ടും നമ്മുടെ കച്ചവട ചരക്കുകളും മറ്റുമൊക്കെ നമ്മുടെ അക്കൗണ്ടും നമ്മുടെ കച്ചവട ചരക്കുകളും ഒക്കെ മൊത്തം കൂട്ടിയിട്ട് എത്ര തുകക്ക് ഉണ്ട് എന്ന് നോക്കി അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് അത് സക്കാത്തിന്റെ നിസാബ് എത്തിയ ഒരു കണക്കാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ 2.5% നമ്മൾ അതിന്റെ അവകാശികൾക്ക് എത്തിക്കുക. പാവപ്പെട്ടവർ ഇവിടെയുണ്ട്, ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, യാത്ര മുട്ടിപ്പോയ ആളുകളുണ്ട്, അതുപോലെ പരിശുദ്ധ ദീനിലേക്ക് വന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെയാണ് സക്കാത്ത് ഇക്കാലത്ത് നമ്മൾ കൊടുത്തു വീട്ടേണ്ടത്. പിന്നെ സ്വർണത്തിൽ സക്കാത്തുണ്ട്, വെള്ളിയിൽ സക്കാത്തുണ്ട്, കൃഷിയിൽ സക്കാത്തുണ്ട്. എല്ലാ കൃഷിയിലും ഇല്ല, അത് പ്രത്യേകമായി പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്വത്തിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ സക്കാത്തിന്റെ കാര്യം ആരും പറയില്ല. നമ്മുടെ കടം വീട്ടാൻ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരൊക്കെ തയ്യാറാവും. പക്ഷെ നമ്മുടെ സക്കാത്ത് എത്രയായിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല. പിന്നൊരു കാര്യം, നമ്മൾ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും സക്കാത്ത് നൽകാത്തവരാണെങ്കിൽ അതൊക്കെ കണക്കെടുത്ത് നമ്മൾ വീട്ടണം. കാരണം ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് അസുഖമായാൽ, നമ്മൾ രോഗിയായിത്തീർന്നാൽ നമ്മുടെ മക്കളായിരിക്കും ആ കച്ചവടം നോക്കുക. അവരൊരിക്കലും ബാപ്പ നടത്തിയ സമയത്തെ 10 വർഷത്തെ സക്കാത്തിന്റെ തുകയൊന്നും കണക്കൂട്ടി കൊടുക്കൂല. അത് നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ തന്നെ കൊടുത്തോളണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉസ്താദുമാരെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലാഹുവേ, നല്ലത് മനസ്സിലാക്കാനും നല്ലത് അറിയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.